കോൺഗ്രസിന്റെ 15 വർഷത്തെ അഴിമതി ഭരണം തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ചൂൽ ചിഹ്നമാക്കി ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലേക്കുള്ള കടന്നുവരവ്. എന്നാൽ ഡൽഹിയിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ചേർന്ന് 2013 ആദ്യ സർക്കാർ രൂപീകരിച്ചു. അഴിമതിരഹിത ഭരണം വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ ഒടുവിൽ അഴിമതി കേസുകളിൽ ജയിലറയ്ക്കുള്ളിലായത് എന്തിനെന്നുള്ള പൊതുജനത്തിന്റെ ബോധ്യമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഈ ഫലം. 1998 മുതൽ 2015 വരെയുള്ള കോൺഗ്രസ് ഭരണകാലം. ഭരണകക്ഷിയുടെ അഴിമതിയിൽ മനമെടുത്ത ജനങ്ങൾ കോൺഗ്രസിനെ തൂത്തെറിയുമെന്ന് പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടിയിൽ അഭയം തേടി. 70-ൽ 67 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിക്ക് 62 സീറ്റുകൾ നൽകി ജനങ്ങൾ തുടർഭരണം നൽകി. 2021 നവംബറിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ മദ്യനയത്തിൽ തിരുത്തുവരുത്തിയതോടെ ജനങ്ങൾ ആം ആദ്മി പാർട്ടി സർക്കാരിനെ തിരിച്ചറിഞ്ഞു. സൗജന്യ നിരക്കിൽ മദ്യം വിതരണം ചെയ്യാൻ മത്സരിച്ച സ്വകാര്യ കമ്പനികൾ ഗുണനിലവാരത്തിലും മായം ചേർത്തു. മദ്യപിച്ച് അകാല ചരമമടഞ്ഞവർ ഏറെ, രോഗികൾ അതിലും എത്രയോ ഇരട്ടി. ഡൽഹിയിലെ സ്ത്രീകൾ പൊഴിച്ച കണ്ണുനീർ ആം ആദ്മി പാർട്ടി സർക്കാരിന് ശാപമായി. അഴിമതിമുക്ത ഡൽഹി എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഡൽഹി ജനത നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ വായുവും വെള്ളവും തന്നെ പ്രധാനം. പരിസ്ഥിതി സംരക്ഷണത്തിനോ വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനോ തയ്യാറാകാതെ ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകരെ കുറ്റപ്പെടുത്തി ആം ആദ്മി പാർട്ടി സർക്കാർ കർത്തവ്യങ്ങളിൽ നിന്നും ഒളിച്ചോടി. മാലിന്യ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരവും കണ്ടെത്താനായില്ല. കുടിവെള്ള ടാങ്കർ ലോബികൾ ഡൽഹി കൈയടക്കി. അതിശൈത്യത്തിലും പാർക്കാൻ കൂരയില്ലാതെ ലക്ഷങ്ങൾ തെരുവിൽ കിടന്നപ്പോൾ ഖജനാവിൽ നിന്നും 40 കോടി മുടക്കി വീടിന് മോടി കൂട്ടാൻ കെജ്രിവാൾ മറന്നില്ല. തെറ്റ് ചൂണ്ടിക്കാട്ടിയ സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവിനെ ശാരീരികമായും മാനസികമായും ആക്രമിച്ച ആം ആദ്മി പാർട്ടി നേതാക്കളെ ഡൽഹിയിലെ സ്ത്രീകൾ ഒറ്റപ്പെടുത്തി. നിരോധിത ഖാലിസ്ഥാൻ സംഘടനകളിൽ നിന്നും ആം ആദ്മി പാർട്ടി സാമ്പത്തിക സഹായം കൈപ്പറ്റിയ സംഭവം ദേശസുരക്ഷയ്ക്ക് തന്നെ ആപത്തെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മന്ത്രിപദമൊഴിഞ്ഞ് അതിഷിക്ക് സ്ഥാനം നൽകി നടത്തിയ അഗ്നിപരീക്ഷണത്തിനൊടുവിൽ കെജ്രിവാളും പാർട്ടിയും നിലംപതിച്ചു. ജനം, ഡൽഹി.